ചോറ്റാനിക്കരയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട പോക്സോ അതിജീവിതയായ പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. തലച്ചോറിനേറ്റ പരിക്കിനെ തുടർന്ന് വെന്റിലേറ്ററിലാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സുഹൃത്ത് അനൂപിനെ ആക്രമണം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുക്കും. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, നമുക്കറിയാം എത്രത്തോളം ആക്രമിച്ചു ആ പെൺകുട്ടിയെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം ക്രൂരമായാണ് ആക്രമിച്ചിരിക്കുന്നത്. കാരണം തലച്ചോറിനടക്കം ക്ഷതമേറ്റിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. മാത്രവുമല്ല, ഇയാൾക്ക് സംശയമായിരുന്നു മറ്റ് ആരോ ആയി പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊരു സംശയത്തെ തുടർന്നാണ് പെൺകുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചത്. കൊലപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആക്രമിച്ചത് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഈ അനൂപ് പോലീസുമായി സഹകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചെയ്ത തെറ്റിൽ കുറ്റബോധമുള്ളതായി അനൂപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? ദേവിക, ചോറ്റാനിക്കരയിൽ ആക്രമിക്കപ്പെട്ട 19 വയസ്സുകാരിയെ ആക്രമിച്ച പ്രതി തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള അനൂപുമായി ഇന്ന് ചോറ്റാനിക്കരയിലെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം നടക്കുന്നത്. ചോറ്റാനിക്കര പോലീസാണ് ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഞായറാഴ്ചയായിരുന്നു പെൺകുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട രീതിയിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അവശ നിലയിലായിരുന്നു ഈ സമയം പെൺകുട്ടി ഉണ്ടായിരുന്നത്. കുട്ടിയുടെ കഴുത്തിൽ ഷോളം മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രവുമല്ല, കുട്ടിയുടെ കയ്യിൽ മുറിവ്, ഗുരുതരമായിട്ടുള്ള മുറിവ് അടക്കമുള്ളവ കണ്ടെത്തിയിരുന്നു. ഈ അവശ നിലയിൽ കിടക്കുന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തുകയും ആദ്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഈ പ്രതിയായിട്ടുള്ള അനൂപ് നേരത്തെയും പെൺകുട്ടിയെ ആക്രമിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പെൺകുട്ടിയുടെ അമ്മ നേരത്തെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. നേരത്തെയും ഇയാൾ ഈ പെൺകുട്ടിയുടെ വീടിന് പരിസരത്തെത്തുകയും പെൺകുട്ടിയെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കുട്ടിയുടെ അമ്മയെ അടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇയാൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് വീട്ടിൽ വെച്ച് ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച രാവിലെയോടുകൂടിയാണ് ഇയാൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. ഈ സമയം പെൺകുട്ടി മരിച്ചു എന്ന് കരുതിക്കൊണ്ടായിരുന്നു ഇയാൾ പോകാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഏതായാലും ഇത് പെൺകുട്ടിയുടെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾ വീട്ടിലെത്തിയിരുന്നത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് സംഘം എത്തുന്നത്. മറ്റൊരു ആളുമായി ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾ ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഷാള് കഴുത്തിൽ മുറുക്കുകയും കയ്യിൽ മുറിവ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള മർദ്ദനങ്ങളും ഈ പെൺകുട്ടിക്ക് ഏറ്റിരുന്നതായിട്ടാണ് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലച്ചോറിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ഈ പ്രതിയെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ചോറ്റാനിക്കര പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ശ്രമം ഉണ്ടാകുന്നത്. രാവിലെ 10 മണിക്ക് ശേഷം ഈ പ്രതിയുമായിട്ട് സംഭവ സ്ഥലത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇനി വരുന്ന മണിക്കൂറുകൾ പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അനൂപിന് എന്തായാലും ഇന്ന് ആക്രമണം നടന്ന വീട്ടിലെത്തി തെളിവ് എടുപ്പ് നടത്തും. മറ്റ് അപ്ഡേറ്റുകളുമായി തുടരുക കിരൺ.